ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം ഞാൻ വീഡിയോ കേട്ടിട്ട് ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടിരിക്കുകയാണ്. സൂര്യഗ്രഹണമൊക്കെ നടന്ന് ഇരിക്കുന്നു. അങ്ങനെ പലരുടെയും ടൈം ഒക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലെ. പലർക്കും നല്ലൊരു സമയത്തിലേക്ക് വന്നിരിക്കുന്ന പലരുടെയും ടൈം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ചില ഗുഡ് ന്യൂസസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ. പലരുടെ ലൈഫിൽ പല പല ഗുഡ് ന്യൂസസ് വരാൻ പോകുന്നുണ്ട്, പല പല നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത് റീഡിങ്ങിലൂടെ. ഞാൻ പ്രാർത്ഥിച്ച് ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡാണ് കേട്ടോ. പിന്നെ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കാം, വാട്സപ്പിൽ വരാം. പിന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ആരുടെയും പേഴ്സണൽ റീഡിംഗ് അല്ല. പിന്നെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞതായിരിക്കാം. നിങ്ങൾക്ക് പലർക്കും തോന്നാം ഇത് എന്റെ റീഡിംഗ് ആണ്, എന്റെ ലൈഫിൽ സംഭവിച്ച പോലെയൊക്കെയാണ് വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് ആർക്കും റെസനേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക, അത് നിങ്ങളുടെ റീഡിംഗ് അല്ല. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ടൈംലെസ് ആണ് കേട്ടോ, ജെൻഡർലെസ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ചില ഗുഡ് ന്യൂസസ് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കിങ് ഓഫ് സോർഡ്സ്, ടെമ്പറൻസ്, ഫോർ ഓഫ് വാൻഡ്, ക്യൂൻ ഓഫ് കപ്പ്, ടെൻ ഓഫ് സോർഡ്സ്, ചാരിയറ്റ്, ഏസ് ഓഫ് കപ്പ്, ദ വേൾഡ്, നൈറ്റ് ഓഫ് കപ്പ്, സെവൻ ഓഫ് കപ്പ്, ടെൻ ഓഫ് വാൻഡ്. രണ്ട് കാർഡ് എൻ്റെ കയ്യിൽ കിട്ടി. ഇനി ഒരു കാർഡോട്ട് എടുക്കാം. ലാസ്റ്റ് കാർഡ് എടുക്കാം. അപ്പൊ ഇത്രയാണ് എനിക്കിന്ന് സ്പ്രെഡ് കിട്ടിയേക്കുന്നത് കേട്ടോ. നല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല നല്ല ഗുഡ് ന്യൂസസ് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ നല്ല സമയമാണ് ഈ ഏപ്രിൽ മാസത്തിൽ. ഒരുപാട് പേർക്ക് നല്ല സമയമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് പല പല ചോയ്സസ്, അതായത് നിങ്ങൾ പല കാര്യങ്ങൾക്കും പല ചോയ്സസ് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ പലതും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പല പല ഓപ്പർച്യൂണിറ്റീസ് ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് പല പല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വരുന്നുണ്ട്. നിങ്ങൾ നല്ല നല്ല ജോലികളുടെ ഓഫറുകൾ വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകളാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജോലി വേണം, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസിനായി കാത്തിരിക്കുന്നവർക്ക് അത് വരുന്നുണ്ട്. സെവൻ ഓഫ് കപ്പ്, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വരുന്നു. നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പിലുള്ള ജോലി ആയിരിക്കില്ല ഒരുപക്ഷെ ചിലവർക്ക്, എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കുക. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. ചിലവർക്ക് ഒരു ജോലിയിൽ ഇരിക്കുമ്പോൾ മറ്റ് പല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളതിൽ നിങ്ങൾക്ക് പറ്റുന്ന തോന്നുന്നത് സെലക്ട് ചെയ്യുക. ചിലർക്ക് വിദേശ യാത്രയ്ക്ക്
അവസരം വരുന്നതായിട്ട് കാണുന്നുണ്ട്. വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ വരുന്നു. വിദേശത്ത് ജോലിക്ക് പോകാനുള്ള അവസരങ്ങൾ വരുന്നു. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വിദേശ യാത്രയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, അവസരങ്ങൾ വരുന്നു. ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ആ ബിസിനസിന്റെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും വിദേശത്ത് പോകേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നു. അങ്ങനെ നിങ്ങൾക്ക് വിദേശത്ത് പോകാനായിട്ട് ഉള്ള ഒരു അവസരം വരുന്ന ചിലർക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട്, അവസരങ്ങൾ കാണുന്നു. വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരമുണ്ട്. ഇത് കാണുന്ന നിങ്ങൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരിൽ ഒരുപാട് നാളുകളായിട്ട് വിദേശത്തേക്ക് പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, ശരിയാവുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടാണ്, പോകാൻ പറ്റുമോ, എനിക്ക് പോകാൻ പറ്റുമോ എന്ന് ഇത് കാണുന്ന ആരൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റും, അതിനുള്ള അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും കുട്ടികള് നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്ന ഡൗട്ട്, പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകാനും അത് കഴിഞ്ഞ് അവിടെ ജോലി ചെയ്യാനും അവിടെ നിങ്ങൾക്ക് സ്ഥിര താമസത്തിനും അവിടെ നിങ്ങൾക്ക് ഒരുപാട് നാളെ താമസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും നാളെ നിങ്ങൾക്ക് താമസിക്കാൻ അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. ഇത് വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ പഠിക്കാനും ജോലി ലഭിക്കാനും ഉണ്ട്, സാഹചര്യമുണ്ട്. അതുപോലെ അതേ രീതിയിൽ നിങ്ങൾക്കൊരു എംബ്രസ് എനർജി, അതായത് നല്ല രീതിയിൽ ഏൺ ചെയ്യാനുള്ള ഒരു അവസരമാണ് കാണിക്കുന്നത്. അതുപോലെ വിദേശത്ത് ജോലിക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിദേശത്ത് പോകാനായിട്ട് കഴിയും. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കുന്നതായിട്ടും അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലധികം ഓവർഫ്ലോ ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് നല്ല നല്ല ബിസിനസ് അവസരങ്ങൾ വരുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ഒരുപാട് ബിസിനസ് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ബിസിനസ്സുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഒരു അബണ്ടൻസ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അത്ഭുതകരമായ രീതിയിലാണ് നിങ്ങളിലേക്ക് ബിസിനസ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിലൂടെ നിങ്ങൾ ഏൺ ചെയ്യാൻ പോകുന്നത്. പല രീതിയിൽ ചിലർക്ക് വളരെ നിങ്ങൾക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ഓവർഫ്ലോ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ട് അത്ഭുതകരമായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരുപാട് അത്ഭുതങ്ങളാണ് വരുന്നത്. ദൈവം വാരിക്കോരി തരുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. കാരണം അങ്ങനെയുള്ള വ്യക്തികളുടെ കഴിഞ്ഞ കാലങ്ങൾ 10 of Swords എനർജി ആയിരിക്കണം. ഒരുപാട് പ്രോബ്ലത്തിലൂടെ പോയിരുന്ന കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾ നിങ്ങളുടെ ലൈഫിലൂടെ പോയിട്ടുണ്ട്. നിങ്ങൾ ക്യൂൻ ഓഫ് കപ്പ് എനർജി, അതായത് നിങ്ങളൊരു പ്രാർത്ഥനയിൽ ആയിരുന്നു. അതായത് നിങ്ങൾ ദൈവത്തോട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ചേഞ്ച് വരാൻ വേണ്ടി. ഒരുപാട് ദൈവത്തോട് അടുത്ത് പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷൻ, മെഡിറ്റേഷൻ ഒക്കെ ആയിട്ട് ഇരുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ നല്ല നല്ല അവസരത്തിനായി കാത്തിരുന്നവരാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല ഒരു അവസരങ്ങളാണ് വരുന്നത്. ദൈവം ആർക്കോരി നിങ്ങൾക്ക് തരാൻ പോകുന്ന നോക്കിയ ഈസൊക്കെ ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിലുള്ള നല്ല നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. മിറക്കിൾസ്, ഒരുപാട് മിറക്കിൾസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. എംബ്രസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ഒരു അബണ്ടന്റ് തന്നെയാണ് ചിലരുടെ ലൈഫിലേക്ക്. അബണ്ടന്റ് അങ്ങനെയുള്ള എന്തൊക്കെയോ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ ഏതെങ്കിലും പണം വരാനുണ്ടെങ്കിൽ, അതായത് ചെറിയ രീതിയിലല്ല വലിയ തോതിൽ തന്നെ പണം വരാൻ, ഏതെങ്കിലും ബിസിനസ്സിലൂടെയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും പണം വരാനുണ്ടെങ്കിൽ, അതായത് വലിയ തോതിൽ അബണ്ടന്റ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ബിസിനസ്സിലൂടെയൊക്കെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ, ചില വ്യക്തികൾക്ക് അങ്ങനെ ലഭിക്കാനുള്ളതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ്. അങ്ങനെ ഒരു അത്ഭുതം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ നല്ല വ്യക്തികൾ, നിങ്ങളുടെ പഴയ കാലത്ത് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന നല്ല വ്യക്തികളെ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് നഷ്ടം വന്ന, അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൂടെ നിങ്ങൾ വളരെ വേദനിച്ചു പോയിരുന്ന വ്യക്തികൾക്ക് ഇപ്പൊ ലൈഫിലേക്ക് അതൊക്കെ തിരിച്ച് നഷ്ടപ്പെട്ടതിന്റെ 100 ഇരട്ടിയായിട്ട് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചിലവർക്ക് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വെക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രോപ്പർട്ടി വാങ്ങാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വീട് വെക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് മാരേജ് നടക്കാൻ പോകുന്നതായിട്ടുണ്ട്. മാരേജ് ഉറപ്പിച്ചിട്ടുണ്ട്, മാരേജ് നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പലരുടെയും മാരേജ് നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്.
നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, ഒരുപാട് മാരേജിനായിട്ട് നിങ്ങൾക്ക് നടക്കുന്നില്ലായിരുന്നായിരിക്കും, നടക്കാതെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവാം. അതിന് നിങ്ങൾക്ക് നല്ല നല്ല ചോയ്സസ് വരുന്നുണ്ട്. നിങ്ങൾ മാരേജ് അല്ലെങ്കിൽ വിവാഹം ആലോചിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരുപാട് നല്ല ആലോചനകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മാരേജിലേക്ക് എത്തും. ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് നല്ല ഒരു ആലോചന ആർക്കൊക്കെ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ മാരേജിനായിട്ട് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നല്ല ഒരു ആലോചന നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ മാരേജ് നിങ്ങൾക്ക് നടക്കും. ആ കല്യാണം നിങ്ങൾക്ക് ഉടനെ തന്നെ നടക്കുകയും ചെയ്യും. നല്ല രീതിയിൽ സ്നേഹിക്കുന്ന നല്ല സ്നേഹമുള്ള വ്യക്തികളായിട്ട് മാറും. നിങ്ങൾ നല്ല രീതിയിൽ പരസ്പരം സ്നേഹമുള്ള വ്യക്തികളായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിൽ സ്നേഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരുപക്ഷെ നിങ്ങൾ മാരേജ് കാത്തിരിക്കുന്ന വ്യക്തികൾ വിദേശത്തു നിന്നാവാം നിങ്ങൾക്ക് വരുന്നത്. വിദേശത്ത് ജോലിയുള്ള വ്യക്തികൾ നിങ്ങളെ മാരേജ് കഴിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വിദേശത്തും നിങ്ങൾക്ക് ആലോചന വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളോട് നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. ലൈഫ് ഒരു ബാലൻസിൽ പോവുക, അതായത് കൂടുതലായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഒരു കാര്യത്തിലും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ ഒരു ബാലൻസിൽ മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് പ്രാർത്ഥനയും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക. നിങ്ങളുടെ കാര്യം നടക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വരേണ്ട സമയത്ത് ഒരു ഡിവൈൻ ടൈം ഉണ്ട്. ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, അങ്ങനെ പോവുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരേണ്ട സമയത്ത് നിങ്ങളിലേക്ക് അത് എത്തിച്ചുകൊള്ളും. ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്ത് പോകുന്നവരെ കാണുന്നുണ്ട്. നിങ്ങളുടെ സമയം ഏകദേശം, നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട സമയം ഏകദേശം അടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കാത്തിരിക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചിലർക്ക് ഒരു പ്രഗ്നൻസി കാണുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് പ്രഗ്നന്റ് ആവാതിരിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന ഒരുപാട് വിഷമിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് ചികിത്സകളും കാര്യങ്ങളും നേർച്ചകളും വഴിപാടുകളൊക്കെ ആയിട്ട് കാത്തിരിക്കുന്ന ആർക്കൊക്കെയോ ഒരു പ്രഗ്നൻസി കാണുന്നുണ്ട്. ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പല തരത്തിലുള്ള ആഘോഷങ്ങൾ കാണുന്നു. കല്യാണത്തിന്റെ ആഘോഷം, മാരേജ് നടക്കുന്നതിന്റെ ആഘോഷം, കുട്ടി ഉണ്ടാവുന്നതിന്റെ ആഘോഷം, വീട് വെക്കുന്നതിൻ്റെതായിട്ടുള്ള ആഘോഷം, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ കാണുന്നുണ്ട് പലർക്കും. പലരും വീട് വെച്ചിട്ട് വീട് പാലുകാച്ചലിന്റെ ചടങ്ങ് നടത്താൻ പോകുന്നു. കുട്ടി ഉണ്ടായതിന്റെ നൂലുകെട്ട് ചടങ്ങ്, 28 കെട്ട് ചടങ്ങ് നടത്താൻ പോകുന്നു. മാരേജ് നടക്കാൻ പോകുന്നു. അങ്ങനെ നിങ്ങളുടെ ആരുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയുള്ള പല പല ആഘോഷങ്ങൾ കാണുന്നുണ്ട്. ചിലർക്ക് വിദേശത്ത് പോകാൻ പോകുന്നതിന്റെ ഒരു സന്തോഷമാണ്. സന്തോഷം. ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ വിദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള ഒരു യാത്ര കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കൊക്കെ ഒരു യാത്ര കാണുന്നുണ്ട്, വിദേശത്തേക്കുള്ള ഒരു യാത്ര കാണുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വിദേശത്തേക്ക് യാത്ര പോകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുമായിട്ട് വിദേശത്തേക്ക് യാത്ര പോകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലര് വിദേശത്തുനിന്ന് നാട്ടിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നാട്ടിലെ പല പല ആവശ്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ വിദേശത്തുനിന്നും നാട്ടിലേക്ക് വരുന്നതിൻ്റെതായിട്ടുള്ള യാത്ര കാണുന്നുണ്ട്. ഒരുപക്ഷെ നാട്ടിൽ പുതിയ വീട് വെച്ചതിന്റെ പാലുകാച്ചിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഉണ്ടായതിന്റെ 28 ചടങ്ങ്, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടാവും, അതായത് നിങ്ങൾ വിദേശത്തുനിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ടാവാം. ചിലര് നാട്ടിൽ ആരുടെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ ആർക്ക് മാരേജ് ആയിരിക്കും, അതിനായിട്ട് നാട്ടിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലവേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ലവിനെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, നിങ്ങളെ കാണാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന വ്യക്തി ആയിരിക്കാം ഒരുപക്ഷെ. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ മാരേജ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ വരികയായിരിക്കാം. ഒരുപാട് നാളായി നിങ്ങൾ കാത്തിരിക്കുന്നവരായിരുന്നിരിക്കാം. അങ്ങനത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കാണുന്നുണ്ട്. എല്ലാം നല്ല നല്ല കാർഡുകളാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്ന പല കാര്യങ്ങളും നടക്കാൻ പോകുന്നുണ്ട്. എനിക്കിവിടെ അബണ്ടന്റ് എനർജി, എംപ്രസ് ഒക്കെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ചിലർക്ക് ലോട്ടറി ഒക്കെ അടിക്കാനുള്ള സാധ്യത എനിക്ക് കാണുന്നുണ്ട്. ആർക്കൊക്കെയാണെന്ന് എനിക്കറിയില്ല. അതുപോലത്തെ എനർജിയാണ്. അതായത് ഏശക്കപ്പ് പറയുമ്പോൾ ഓവർഫ്ലോ ആയിട്ട് ദൈവം ഒരുപാട് നിങ്ങൾക്ക് വാരിക്കോരി തരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലേ ഏതൊരു കാര്യം ചില വ്യക്തികൾക്ക് അതുപോലെ എംപ്രസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ലോട്ടറി വരെ അടിക്കാം. അതുപോലെ നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു ചേരുന്നു ചിലർക്ക്.
ഒരുപാട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. കാരണം നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു 10 ഓഫ് സോർട്സ് എനർജി, ഒരുപാട് നാളായി നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ വീട് ജപ്തി ആയിട്ടുണ്ടാവാം. നിങ്ങൾ നല്ല ധനികരായിരുന്നിരിക്കാം. നിങ്ങളുടെ പല പല ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അത് ഒരുപക്ഷെ നിങ്ങളുടെ വീടൊക്കെ ജപ്തി ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നവരാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നോട്ടീസ് വന്ന് കുറച്ച് ഒരുപാട് പ്രശ്നങ്ങൾ വിധിക്കുന്നവരാവാം. നിങ്ങൾ ഒരുപാട് പ്രശ്നം നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ ഒരു സൊല്യൂഷൻ കിട്ടാൻ, ആരിൽ നിന്നെങ്കിലും ഒരു സഹായം ലഭിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളൊരു ലോൺ വീണ്ടും ഒരു ലോൺ വെച്ചിട്ടുണ്ടാവും, ആ ലോൺ ലഭിക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സഹായം ലഭിക്കാൻ പോകുന്നു. അങ്ങനെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിരുന്ന നിങ്ങളുടെ ആ ഒരു പ്രോപ്പർട്ടി, ഒരുപക്ഷെ നിങ്ങളുടെ വീടാവാം, നിങ്ങളുടെ പ്രോപ്പർട്ടി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർണം ആവാം, ബാങ്കിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണ്ണമാകാം. അങ്ങനെ എന്തൊക്കെയോ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരുന്ന ആ ഒരു സംഭവം നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. അത് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ച് ലഭിക്കാൻ പോകുന്നു. വേറെ ആരോ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്, സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടതിന്റെ അധികമായിട്ട് ചിലർക്ക് ഹെൽപ്പ് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടതിൽ അധികമായി നിങ്ങൾക്ക് ധനം ലഭിക്കാൻ പോകുന്നുണ്ട്, സഹായം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ആർക്കൊക്കെയോ നിങ്ങളുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് മിറക്കിൾസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോണത്. ഒരുപാട് പേരുടെ ടൈം ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ പല നാളുകാർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ പല നാളുകാർക്കും സംഭവിക്കാൻ പോകുന്നുണ്ട് ഈ ഒരു ഏപ്രിൽ മാസം. അതുകൊണ്ട് ഒരുപാട് പേർക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല വഴിയിലൂടെ, അതായത് ഒരു ഓപ്പർച്യൂണിറ്റീസ് കാണിച്ചതാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിലൊക്കെ ലോൺ വെച്ചിട്ട് അതിന്റെ പിറകെ ഒരുപാട് നാൾ നടന്നിട്ടുണ്ടാവാം, കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നാണ്, പക്ഷെ നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുന്നു. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മിറക്കിൾസ് കേട്ടോ. ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആർക്കൊക്കെയാണെന്ന് എനിക്കറിയില്ല. ടൈംലെസ് ആണോ, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടോ നോക്കാം. പിന്നെ ഇവിടെ ഭയങ്കര ഇടിയും മഴയും തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. പെട്ടെന്നാണ് ഭയങ്കര മിന്നലും ഇടിയും മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന അത്ഭുതങ്ങൾ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, നടക്കുമെന്നോർത്ത് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അതൊക്കെ വരാൻ പോകണം. നിങ്ങൾ എന്തൊക്കെയോ ആഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് നാളായി കാത്തിരിക്കുന്നുണ്ട്. ആരെയൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കാം. അപ്പൊ എന്റെ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.